അല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ മതിയായ എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് വാസ്തവമാണ്. ഇപ്പൊ കുറ്റവാളികൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെ ലഹരി കടത്തിനും അതുപോലെ ലഹരി ഉപയോഗവും അതുപോലെ കച്ചവടവും വളരെ അഡ്വാൻസ്ഡ് ആയി നടത്തുമ്പോൾ അവരെ വളരെ അഡ്വാൻസ് ആയി തടയേണ്ടത് കേരളത്തിലെ പോലീസും ഭരണകൂടവുമാണ്. അവർ ചിന്തിക്കുന്നതിനപ്പുറം നിന്നുകൊണ്ട് ഇതെങ്ങനെ തടയാമെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പാക്കേജ് നമുക്കുണ്ടാവണം. അത് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ മറിച്ച് നമുക്ക് ഈ സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെയും അവരുടെ ഒരു മനോഭാവം തന്നെ ഇതിനെ അടിച്ചമർത്തുന്നതിനല്ല, മറിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പലപ്പോഴും അവർ സ്വീകരിക്കുന്നത്. നമുക്കിപ്പോൾ ലഹരിയുടെ കാര്യം മാത്രമല്ല, നമുക്ക് അവരുടെ മദ്യനയം അടക്കമുള്ള പല വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മുമ്പ് മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞ നിലപാടെന്ന് പറഞ്ഞ് സിന്തറ്റിക് ഡ്രഗ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിരവധിയായിട്ടുള്ള ബാറുകൾ അനുവദിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. ഇപ്പം ബാറാണെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിലും ലഹരി ആണെങ്കിലും കണക്ക് തന്നെയാണ്. അപ്പോൾ 20 ബാറിൽ നിന്ന് 1000-ഓളം ബാറിലേക്ക് വന്നിട്ട് പോലും ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പം ഈ സർക്കാരിന്റെ നയം ഇത്തരത്തിൽ ഇങ്ങനെ കേരളത്തിലെ കുട്ടികൾ ഇത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവം അത് ആദ്യം തിരുത്തപ്പെടേണ്ടതാണ്. നമുക്കറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെടിച്ചട്ടി കൊണ്ട് ആളുകളെ അടിക്കുന്നതിന് പോലും രക്ഷാപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെയൊക്കെ വളരെ ലാഘവത്തോടു കൂടി ആ സർക്കാരിന്റെ ഒരു ഇതുപോലുള്ള കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം തെറ്റായ സമീപനമാണ്. കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നില്ല. ഒന്ന്, ഇതെങ്ങനെയാണ് തടയേണ്ടത്? കുറ്റകൃത്യങ്ങൾ നടക്കാതെ നോക്കുക, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ള 2 സമീപനമുണ്ട്. ഇത് കുറ്റകൃത്യങ്ങൾ തടയുന്നതുമില്ല, എന്നാൽ കുറ്റകൃത്യം നടത്തുന്നവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇപ്പൊ ചെന്താമര അടക്കമുള്ള ആളുകൾ വീട്ടിൽ കയറിയാണ് 2 പേരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ചെന്താമര കോടതിയുടെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പോലും കയറാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. എന്നിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അപ്പം തന്നെ അറസ്റ്റ് ചെയ്തെങ്കിൽ ആ 2 പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പറവൂരിലെ പ്രതിപക്ഷ നേതാവിന്റെ അസംബ്ലിയിൽ ഋതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുറ്റവാളി 4 പേരെ തലക്കടിച്ചു വന്നു. ആ മരണപ്പെട്ടവർ 4 പരാതി കൊടുത്തിട്ടുണ്ട്, വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് 4 തവണ ഈ പോലീസിന് മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പരാതി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ 4 പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെയും സ്വന്തം അച്ഛന്റെ അമ്മയെയും സ്വന്തം അനുജനെയും ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് വൈകുന്നേരം ഈ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ കുറ്റകൃത്യം നടന്ന കാര്യം പോലും പോലീസ് അറിയുന്നത്. അപ്പൊ പോലീസ് ഇത് ഈ കുറ്റവാളികൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഈ പോലീസിന് നിരീക്ഷിക്കാനും ചിന്തിക്കാനും അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നേറാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണ്. കാരണം 10 കൊല്ലം മുമ്പ് എങ്ങനെയാണ് ലഹരിയെയും ഈ കുറ്റകൃത്യങ്ങളെയും എങ്ങനെയാണ് തടയേണ്ടത് എന്ന ആ തലത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പോഴും ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഈ ബോധവൽക്കരണവുമായി നമ്മൾ പരമ്പരാഗതമായി അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ഒരു രീതിയിലാണ് ഇപ്പോഴും സമീപിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ മാറേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൃത്യമായി ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭരണത്തിന്റെ തണലിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അതിനെയൊക്കെ നിയന്ത്രിക്കണം. ഇന്ന് പോലും നമുക്കറിയാം, ഒരു കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് നമ്മൾ എല്ലാവരും കണ്ടു. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ഗവൺമെന്റ് തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ കൊടുസുനി പോലുള്ള കുറ്റവാളികൾക്ക് പരോൾ കൊടുക്കുന്നു. പോക്സ്കോ കേസിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാപ്പ കേസിലെ പ്രതികളെ മാലയിട്ട് മന്ത്രിമാർ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കുറ്റവാളികൾ ജയിലിൽ പോകുമ്പോൾ അവർ ഹാരയിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കുറ്റവാളികൾക്ക് ശരിക്കും പ്രചോദനമാണ് കിട്ടുന്നത്. അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഭയപ്പെടുത്തുന്ന ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. ലഹരി ഉപയോഗിച്ചാൽ ഇന്ന ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ ഇന്ന കാര്യങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാകും എന്ന് മാതൃകാപരമായ ഒരു സന്ദേശം ഈ ഗവൺമെന്റ് കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ കൊടുത്താലല്ലേ ചെറുപ്പക്കാർ വഴിമാറേണ്ടതായിട്ടുള്ളൂ. ഇനി ഈ ചെറുപ്പക്കാർ ഞാൻ പറയുന്നത് അവരെ എൻഗേജ് ആക്കുക എന്നുള്ളതാണ്. ലഹരി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോട് ലഹരി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? എന്താണ് അവരുടെ തൊഴിലവസരങ്ങളെ കുറിച്ച് ഈ ഗവൺമെന്റ് എന്താണ് പറയാനുള്ളത്? ഈ തൊഴിലില്ലാതെ വരുമ്പോൾ തന്നെ അവർ ഡിപ്രഷനിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക, അതല്ലെങ്കിൽ നേരത്തെ നമ്മുടെ റോയ് സാർ പറഞ്ഞതുപോലെ പിയർ പ്രഷർ പോയിന്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുളയിലേ നുള്ളുക. എന്താണ് പിയർ പ്രഷർ പോയിന്റ്? ഇപ്പൊ സഹപ്രവർത്തകർ അല്ലെങ്കിൽ സമപ്രായക്കാർ സമ്മർദ്ദം ചെലുത്തി ലഹരി കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാകുക. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലഹരി എനിക്ക് എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത സുഹൃത്താണ്. അപ്പൊ അടുത്ത സുഹൃത്ത് എനിക്ക് ഒരു ലഹരി വെച്ച് നീട്ടുമ്പോൾ അത് എന്നെ അപകടത്തിലാക്കാനുള്ളതല്ലോ എന്നുള്ള ധാരണ എനിക്കുണ്ടല്ലോ. ഇപ്പൊ ഒരു ശത്രുവാണ്, എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരു ശത്രുവാണ് ലഹരി വെച്ച് നീട്ടിയാൽ ഞാൻ അത് വേണ്ടെന്ന് പറയും. പക്ഷെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കും എന്റെ മുന്നിലേക്ക് ലഹരി കൊണ്ടുവരുന്നത്. അവിടെ ഞാൻ നോ പറയാതിരിക്കുമ്പോഴാണ് ഈ സംഭവം അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പിയർ പ്രഷർ പോയിന്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കുട്ടികളിലെ തന്നെ അവർക്ക് ഇത് നോ പറയാനുള്ള ഒരു ക്ലാസ് കൊടുക്കുക, അവരെ പരിശീലിപ്പിക്കുക, അതിനൊരു സമൂഹത്തിന്റെ ഇടപെടൽ വളരെ കൃത്യമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഭരണകൂടം ഇച്ഛാശക്തിയോടുകൂടി ലഹരിയുടെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക.